ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കല്യാണത്തിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കോഴിക്കോട് നിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കണത്. അപ്പോൾ രാവിലെ ഒരു 10:15 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ലേറ്റായി നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇന്ന് പോകണോ നാളെ പോകണോ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ നമ്മൾ ഫൈനലി ഇറങ്ങി. പോണ വഴിക്ക് 2-3 വീട്ടിൽ കല്യാണമൊക്കെ പറയാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് തന്നെ. നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയപ്പോൾ. പിന്നെ വിശപ്പിൻ്റെ വിളി എവിടുന്നോ ഒന്ന് വരൽ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ജയലക്ഷ്മിൻ്റെ നേരെ എടുത്ത് ഒലിവ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത്. മെയിൽസും അതേപോലെ തന്നെ മന്തിയാണ് നമ്മൾ വാങ്ങിയത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. മെയിൽസൊക്കെ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. പായസം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറച്ച് പായസം കുടിച്ചു നോക്കി. പിന്നെ അതുപോലെ തന്നെ മന്തിയാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. മസാലയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ എടുത്ത് പറയേണ്ടത് അവരെ സർവീസ് സോ ബാഡായിരുന്നു ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ ബാഡ് സർവീസ് ആയിരുന്നു. പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിച്ചതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ ജയലക്ഷ്മിയിൽ പോയി. നമുക്ക് 3 ആൾക്കും, അമ്മയ്ക്കും എനിക്കും ചേച്ചിക്കുമായിരുന്നു ഡ്രസ്സ് എടുക്കാനുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങേ ആയിട്ടുള്ളൂ. നമ്മൾ കല്യാണത്തിൻ്റെ ഡേക്കുള്ളതാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. വഴിയെ ഇനി ബാക്കിയൊക്കെ വരുന്നതായിരിക്കും. ജയലക്ഷ്മിയിൽ പോയ സമയത്തും ഇതേപോലെ നമുക്ക് ആദ്യം ഒരു ചേച്ചിയായിരുന്നു എടുത്തുതരാൻ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ചേച്ചി ഇപ്പം വരാ, അത് എടുത്തിട്ട് വരാ, അവർക്ക് എടുത്ത് കൊടുത്തിട്ട് വരാ, ഇതൊന്ന് ബില്ലാക്കിയിട്ട് വരാ എന്ന് പറഞ്ഞ് നമ്മളിട്ട് കുറേ ആദ്യം കളിപ്പിച്ചു. പിന്നെ നല്ലൊരു ചേച്ചി വന്നിട്ട് നമുക്ക് എല്ലാം അവസാനം വരെ ഫുൾ നമുക്ക് എടുത്ത് തന്നിട്ടുണ്ട്. ഡ്രസ്സ് എല്ലാം നമുക്ക് വേണ്ടതെല്ലാം നമ്മളൊപ്പം നിന്ന് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് അവർ പറഞ്ഞ് നിങ്ങൾ കയറി എടുത്തു എന്ന് ആദ്യം നമുക്ക് എടുത്തെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ കയറി എടുത്ത്. എന്നുവെച്ചാൽ അവർ തീരെ താല്പര്യമില്ലായിരുന്നു. അവർ വെറുതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ നേരം നിന്നു. അത് നമുക്ക് ഒരുമാതിരിയായിട്ട് കുറേ സമയം അവിടെ പോയി. പിന്നെ ഒരു നല്ല ചേച്ചി വന്ന് നമുക്ക് ഫുൾ എല്ലാ സാധനങ്ങളും എടുത്ത് തന്നു കേട്ടോ. നമ്മളിപ്പോൾ അവസാനം വരെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സാരി നോക്കി, പക്ഷെ എനിക്കൊന്നും പറ്റിയില്ല. ചേച്ചിക്കുള്ളത് അവിടെ നിന്ന് കിട്ടി. ഞാൻ വിചാരിച്ചൊരു മോഡലും ഒന്നും എനിക്ക് അവിടെ നിന്ന് ഒരു സ്യൂട്ട് ആവുന്നില്ലായിരുന്നു. അപ്പോൾ ചേച്ചിക്കുള്ളത് അവിടെ നിന്ന് എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കോഫി കുടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ 3-3.5 മണിക്കൂറോളം നമ്മൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്കും ചേച്ചിക്കുള്ളത് അവിടെ നിന്ന് കിട്ടി, പക്ഷെ എനിക്ക് മാത്രമായിരുന്നു കിട്ടാതിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ കോഫി കുടിച്ചിട്ട് അമ്മയ്ക്കുള്ളത് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അമ്മയ്ക്കുള്ളത് വേഗം തന്നെ കിട്ടിട്ടോ. അമ്മ ആദ്യം ഒരു പാറ്റേൺ നോക്കി വെച്ച് പോയതുകൊണ്ട് അമ്മയ്ക്ക് വേഗം തന്നെ കിട്ടി. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്ത സാരിയൊക്കെ കൊണ്ടുപോയിട്ട് പുറത്തത്തെ വെളിച്ചത്ത് വെച്ച് നോക്കുകയായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ ശരിക്കും കളറ് വരിക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ബില്ല് തന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അവിടുന്ന് സാധനം കിട്ടാനായിരുന്നു കുറച്ച് സമയം നമ്മൾ ലാഗ് അടിച്ച് നിന്നത് കേട്ടോ. നമ്മൾ 2 പ്രാവശ്യം ക്യൂവിൽ നിന്ന് 3ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് സാധനം കിട്ടിയത്. പിന്നെ നമ്മൾ നേരെ ജയലക്ഷ്മിയിൽ നിന്ന് ഇറങ്ങി. എന്തായാലും എനിക്ക് കിട്ടിയില്ല ഗൈസ്, അത്രയേ ഉള്ളൂ. എനിക്ക് ചെറുതായിട്ടൊന്ന് സങ്കടമായി, പക്ഷെ കുഴപ്പമില്ല. എനിക്ക് വേറെ ഷോപ്പിൽ നിന്ന് അതേപോലെ നല്ല രസമുള്ളൊരു സാരി തന്നെ എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മൾ നേരെ കല്യാൺ സിൽസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് എനിക്ക് ഡ്രസ്സ് എടുത്തത് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഒരു മണിക്കൂറോളം നിന്നപ്പോൾ നമുക്ക് വേഗം കിട്ടി. കുറച്ച് ലാഗായി, പക്ഷെ എന്നാലും വേഗം തന്നെ കിട്ടിയിട്ടു. നമ്മൾ 2-3 സാരി നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് എടുത്തത്.
അപ്പോൾ എന്തായാലും നമ്മൾ സാരി ഇതിൽ റിവീൽ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗസ് ചെയ്യണം. അതേപോലെ അവിടെ കസ്റ്റമൈസ്ഡ് അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഹാൻഡ് മെയ്ഡ് ആയിട്ട്. അതൊരു 3 month 4 month ആണ്. അവർ വെഡ്ഡിങ് സാരിയാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സാരി ഇതാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് അത്രയൊരു ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മൾ അത് എടുത്തില്ല. പിന്നെ ഏകദേശം ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളേഴ്സാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ജ്വല്ലറീസിൻ്റെ കളക്ഷൻസ് ആണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. സാരീസിലാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഡ്രസ്സും വെഡ്ഡിങ്സിൻ്റെ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഷോപ്പിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ വെഡ്ഡിങ്ങിനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നിങ്ങൾ തപ്പുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് ബെസ്റ്റായിരിക്കും. ജയലക്ഷ്മിയും അതേപോലെ തന്നെ കല്യാൺ സിൽക്സും സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും ഈ ഒരു 2 ഷോപ്പിലും നല്ല രീതിയിൽ കളക്ഷൻസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ തപ്പുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ വരണം, മറക്കരുത്. പിന്നെ നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ നേരെ വീട്ടിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. ബൈ ബൈ.